ഇവിടെ കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, സഹായം വേണം. പക്ഷേ ഒരു ജാഥയോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ മുസ്ലിം ലീഗുകാർക്ക് ഒരു പ്രാധാന്യം കൊടുക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇപ്പം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മുസ്ലിം ലീഗ് പോലുള്ള ആളുകളൊക്കെ കോൺഗ്രസിൻ്റെ കൂടെയാണ്. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ മുസ്ലിം ലീഗായിരിക്കും ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ആളുകൾക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം, അവർക്ക് ഇസ്ലാം ആണ് ഇവിടെ വരേണ്ടത് എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. അതിൻ്റെ കൂടെ മുസ്ലിം ലീഗും. അതുകൊണ്ടത് വളരെ അപകടകരമായ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അടിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കാൻ കോൺഗ്രസ് പേടിയാവാണ് കോൺഗ്രസ്സിന്. കാരണം പേടിച്ചിട്ട് അവർ ഇപ്പോൾ ഒരു ജാഥ ഇറക്കുന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു കൊടി കണ്ടുകഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ഇറിറ്റേഷൻ പോലെയാണ്. ഇവർ ഈ പച്ചക്കൊടി എന്നുള്ളൊരു ചിന്ത കോൺഗ്രസ്സുകാരുടെ ഉള്ളിലേക്ക് വരാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് വർഷങ്ങളോളം കോൺഗ്രസിൻ്റെ കൂടെ തന്നെ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ട്. ആ ഭരണം നടത്തുന്ന സമയങ്ങളിലൊന്നും മറ്റുള്ള മതങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ അവർക്കെതിരെ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ വകുപ്പുകളിലും മുസ്ലിങ്ങൾക്കായി കൂടുതൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ്. ഒരു വർഗീയമായ പ്രസംഗങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ വർഗീയമായ പ്രവർത്തനങ്ങൾ നടത്തുകയോ ഒന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. എന്നിട്ടും ഇപ്പോൾ മുസ്ലിം ലീഗ് ഇങ്ങനെയുള്ള അവജ്ഞകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാരിൽ നിന്ന്. കാരണം വലിയ വലിയ നേതാക്കന്മാർ പരസ്പരം കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചിരിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തന മണ്ഡലത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ വടക്കോട്ടൊക്കെ വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗുള്ള പ്രാധാന്യം, അവർക്കുള്ള പ്രാധാന്യം അവർ കോൺഗ്രസ്സുകാരെ അതുപോലെ അംഗീകരിക്കുകയും അവരതനുസരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ, വടക്കോട്ടേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് മുസ്ലിം ലീഗുകാരോട് ഒരു അവജ്ഞയുണ്ട്, ഇങ്ങനൊരു ചിന്തയുണ്ട് അവർക്ക്. കാരണം മുസ്ലിം ലീഗും ഇതും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം തന്നെ എത്ര നിസ്സാര വ്യത്യാസങ്ങളുള്ളൂ. എന്നിട്ട് മറ്റുള്ള ഘടകകക്ഷികൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം പോലും കൊടുക്കാത്ത പോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ താഴെ തട്ടിലൊക്കെ ഉള്ള നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്. അവർ മുസ്ലിങ്ങിനെ കളിയാക്കുന്നു, മുസ്ലിങ്ങിനെ അവജ്ഞയോടെ കാണുന്നു, അവരെ കൊടി കാണുമ്പോൾ തന്നെ അവർക്ക് അലർജി പോലെ കാണിക്കുന്നു. ഇവർ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവരിങ്ങനെയൊന്നും നിൽക്കില്ല, അവരതിനൊന്നും ഒരു മൈൻഡും ചെയ്യില്ല, അവരതിനെ ന്യായീകരിച്ച് സംസാരിക്കും. പക്ഷേ ഇവിടെ കോൺഗ്രസ്സുകാർ ആരും അതിനൊന്നും ന്യായീകരിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ പോലും പറയുന്നില്ല ഒന്നും. ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലൊന്നും ഞങ്ങൾ മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് എല്ലാവരെയും ഒരേപോലെ തന്നെ കണ്ടിട്ടുള്ളൂ. എത്രയോ വകുപ്പുകൾ അവർ കൈകാര്യം ചെയ്തു. ഈ വകുപ്പുകളിലൊന്നും മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിച്ച് മറ്റുള്ളവരെ അകറ്റി നിർത്തിയിട്ടൊന്നുമില്ല. അതുപോലെ മറ്റുള്ളവരെ അവിടെ അവജ്ഞയോടെ കാണുക അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുക, മറ്റുള്ള മതങ്ങൾക്കെതിരെ, ഇതൊന്നും മുസ്ലിം ലീഗ് ചെയ്യാറില്ല. വളരെ മൃദു സമീപനത്തോടു കൂടി ശാന്തമായി സമാധാനമായി പ്രവർത്തിക്കാനാണ് എപ്പോഴും മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുള്ളൂ, ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ BJPയുടെ വക്താവായ TG മോഹൻദാസ് പോലെ യൂട്യൂബിൽ കൂടി പറയുന്നുണ്ട്, മുസ്ലിം ലീഗ് BJP ആയിട്ട് ഇവിടെ ഭരണം വരണം, ഞങ്ങൾക്ക് അവരോട് വലിയ താല്പര്യമാണ്, കാരണം അവർ തറവാടികളാണ്, അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. മുസ്ലിം ലീഗ് ഒരിക്കലും ഒരു വർഗീയമായ രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുകയോ അവർ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് TG മോഹൻദാസിനെ പോലുള്ള ആളുകൾ യൂട്യൂബിൽ കൂടി പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും പേടിയാണ്. ഇവർക്കിടെ കൊടി കാണുമ്പോഴും ഒരു സമ്മേളനം നടക്കുകയോ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ പേര് പറയാൻ തന്നെ അവർക്കൊരു മടി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യൻ സമുദായം ഈ കൊടി കാണുമ്പോൾ അവർക്ക് എതിർപ്പുണ്ടാവാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവാണ്. ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ മുസ്ലിം ലീഗ് എന്തെങ്കിലും പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ബോധ്യപ്പെടുത്തേണ്ട കടമ ആർക്കുള്ളത്? ഇപ്പോൾ തന്നെ വിഴിഞ്ഞം സംഭവത്തിൽ സാദിഖ് അലി തങ്ങളും മുസ്ലിം ലീഗുകാരും അടക്കമുള്ള നേതാക്കന്മാരെന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലമൊന്നും വേണ്ട, ഞങ്ങൾ അവരുടെ സ്ഥലം അവർക്ക് തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, വഖഫ് ബോർഡ് അതിന് ഞങ്ങൾ എതിര് നിൽക്കുന്ന എല്ലാം നല്ല സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കാൻ. ഈ പച്ചക്കൊടി കാണുമ്പോൾ ഒരു അലർജി കോൺഗ്രസ്സുകാർക്ക് ഉണ്ട്. അത് ശരിയായ നടപടിയല്ല. കാരണം നിങ്ങൾ ഭയപ്പെട്ട് ഇതുപോലെ പാർട്ടീനെയും കൊണ്ട് നടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിൽ തന്നെ ഐക്യമില്ല. പല സ്റ്റേറ്റ്മെൻറ്റുകൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് തോന്നുന്നത് ഇവർ തമ്മിലൊരു ഐക്യമില്ല എന്നുള്ളതാണ്. അത് നന്നാക്കാതെ
മുസ്ലിം ലീഗിനെ അവജ്ഞയോടെ കാണുകയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളെയും കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ഇല്ലാതെയാവും. അപ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണത്. കാരണം മേൽ ഘടകങ്ങളിലുള്ള നേതാക്കന്മാർ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ചിരിച്ചിട്ട് കാര്യമില്ല. താഴെക്കിടയിൽ ഇതുപോലുള്ള അവജ്ഞകൾ ഈ കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിന് അനുഭവപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആ സംവിധാനം തകർന്നു പോകും. അത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രവർത്തകരിലുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിലുണ്ട്.